പലസ്തീനിന് അധിക അവകാശങ്ങൾ നൽകാനുള്ള യുഎനിലെ വോട്ടെടുപ്പിൽ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ച് ഇസ്രയേൽ രംഗത്തെത്തിരിക്കുകയാണ്. പൊതുസഭയിൽ യുഎൻ ചാർട്ടറിന്റെ പകർപ്പ് കീറിക്കളഞ്ഞതുകൊണ്ടായിരുന്നു ഇസ്രയേൽ അംബാസിഡർ ഗിലാദ് എർദാന്റെ ഈ പ്രതിഷേധം. ഐക്യരാഷ്ട്രസഭയുടെ അടിസ്ഥാന ഉടമ്പടിയായ ചാർട്ടറിന്റെ പകർപ്പ് നശിപ്പിക്കാൻ എർദാൻ ഒരു മിനിയേച്ചർ ഷ്രെഡർ ഉപയോഗിക്കുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. നിരീക്ഷക പദവിയിലുള്ള പലസ്തീനെ പൂർണ്ണ അംഗമാക്കാൻ സുരക്ഷാ കൌൺസിലിനോട് ആവശ്യപ്പെടുന്ന പ്രമേയത്തിലായിരുന്നു യുഎൻ ജനറൽ അസംബ്ലിയിൽ വോട്ടെടുപ്പ് നടന്നത്. 143 പേർ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെ 9 രാജ്യങ്ങൾ ഇതിനെതിരെ വോട്ട് ചെയ്തു. ഇന്ത്യ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ 25 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. യുഎൻ സംവിധാനത്തിന്റെ ഉദ്ദേശങ്ങൾ, ഭരണഘടന, മൊത്തത്തിലുള്ള ചട്ടക്കൂട് എന്നിവ സ്ഥാപിക്കുന്ന രേഖയോടുള്ള ജനറൽ അസംബ്ലിയുടെ അവഗണനയെ എടുത്തുകാട്ടാനാണ് താൻ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതെന്നും എർദാൻ പറഞ്ഞു. നിങ്ങൾ യുഎൻ ചാർട്ടർ നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് കീറുകയാണ്, ലജ്ജിക്കുന്നു. പോഡിയത്തിലെ ഷട്ടറിൽ ചാർട്ടർ സ്ഥാപിക്കുന്നതിനിടയിൽ എർദാൻ വിളിച്ചു പറഞ്ഞതാണ് ഇപ്രകാരം: നമ്മുടെ കാലത്തെ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ഒരു പലസ്തീൻ ഭീകരരാഷ്ട്രം സ്ഥാപിക്കാൻ യുഎൻ അംഗങ്ങൾ ആഗ്രഹിക്കുന്നു. പലസ്തീൻ യുഎൻ അംഗമായി അംഗീകരിക്കുന്നത് ഒരു രാജ്യത്തിന്റെ അവകാശങ്ങൾ ഇതിനകം തന്നെ ഭീകരർ ഭാഗികമായി നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനത്തിന് നൽകുമെന്നും അതോടൊപ്പം കുട്ടികളെ കൊലപ്പെടുത്തുന്ന ഹമാസ് ബലാത്സംഗികളുടെ ശക്തിയായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം യുഎനിലെ പലസ്തീൻ അംബാസിഡർ റിയാദ് മൻസൂർ വോട്ടെടുപ്പിനെ ചരിത്രപരവും സുപ്രധാനവുമാണ് എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. അതിനിടെ തെക്കൻ നഗരമായ റഫയിൽ വലിയ തോതിലുള്ള അധിനിവേശം നടത്താൻ ഇസ്രയേൽ തയ്യാറെടുക്കുകയാണ്. ഹമാസിന്റെ അവസാന ശക്തി കേന്ദ്രമാണ് റഫ എന്നാണ് ഇസ്രയേൽ പറയുന്നത്. 2023 ഒക്ടോബറിൽ പൊട്ടിപ്പുറപ്പെട്ട ഇസ്രയേൽ ഗാസ യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം 34,500-ൽ അധികമായി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്നും പ്രാദേശിക ആരോഗ്യ ഉദ്യോഗസ്ഥരെ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റ് പ്രസ് പറയുന്നുണ്ട്. കൂടാതെ തങ്ങൾ നൽകിയ ആയുധങ്ങൾ ഇസ്രയേൽ ഗാസയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സംബന്ധിച്ച് യുഎസും രംഗത്തെത്തി. തങ്ങൾ നൽകിയ ആയുധങ്ങൾ ഇസ്രയേൽ ഗാസയിൽ പലപ്പോഴായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന റിപ്പോർട്ട് ബൈഡൻ സർക്കാർ തന്നെയാണ് പുറത്തുവിട്ടത്. ഗാസയിൽ തങ്ങളുടെ ഉദ്യോഗസ്ഥർ ഇല്ലാതിരുന്ന സമയത്തും ഇസ്രയേൽ ഈ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കൻ അന്താരാഷ്ട്ര നിയമം ലംഘിക്കില്ലെന്ന ഉറപ്പ് ഇസ്രയേൽ പാലിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഫെബ്രുവരി ആദ്യവാരം യുഎസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് ഇസ്രയേൽ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക രാജ്യത്തിന് നൽകുന്ന സൈനിക സഹായം നിർത്തിവെക്കണമെന്നാണ് നിയമം. എന്നാൽ അത് നടക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. കാരണം ഏറെ പ്രതീക്ഷകളോടെ യുഎനും മറ്റും രാജ്യങ്ങളും കാത്തിരിക്കുന്ന ഈ റിപ്പോർട്ട് ഈ ആഴ്ച ആദ്യം തന്നെ കോൺഗ്രസിന് കൈമാറേണ്ടതായിരുന്നു. പക്ഷേ അമേരിക്കൻ ഭരണകൂടം അതിന് തയ്യാറായിട്ടില്ല. പലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രയേൽ നടത്തിയ വിവിധ ആക്രമണങ്ങളിൽ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നുണ്ട്. അന്താരാഷ്ട്ര ചാരിറ്റി സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചൺ അംഗങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണവും വടക്കൻ ഗാസയിൽ ഐറിസിൽ സൈന്യം നടത്തിയ ഫ്ലോർ കൂട്ടക്കൊലയും മറ്റ് ചാരിറ്റി സംഘടനകൾക്ക് നേരെയുള്ള ആക്രമണവുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ആക്രമണങ്ങൾക്കെല്ലാം ഉപയോഗിച്ചത് യുഎസ് നൽകിയ ആയുധങ്ങളാണോ എന്ന് വ്യക്തതയില്ല എന്നാണ് ബൈഡൻ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതേക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഇസ്രയേൽ ഇതുവരെ തങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നതാണ് അമേരിക്കയും പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.